Yes. So hello everyone. Welcome to Riles Academy. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പല ആളുകളും ഒരു സംശയമാണ്, സർ PYQ ബേസ്ഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് UGC നെറ്റ് പേപ്പർ 1 നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും അതിപ്പോ JEE ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, സിവിൽ സർവീസ് ആയിക്കോട്ടെ, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോ അതിപ്പോ നിങ്ങൾക്ക് യൂസി നെറ്റ് പേപ്പർ വേണം, യൂസി നെറ്റിന്റെ പിന്നെ എയർ 1 പിന്നെ ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയിട്ട് ആളുകളുടെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവരുടെ വിജയത്തിന്റെ പിന്നിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു PYQ അനലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യണം, ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരുപാട് ട്രിക്സുകൾ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ എവിടെ നമുക്ക് ഫ്രീ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന, ഈവൻ ദോ ഞാനൊക്കെ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ PYQ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ PYQs എടുക്കുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ അത് നോട്ട് ഡൗൺ ചെയ്യുന്നു, കഴിഞ്ഞു. ഓക്കെ, ഇത് ആക്ച്വലി PYQ പ്രാക്ടീസിങ് ആണ്. PYQ പ്രാക്ടീസിങ് ഡിഫറെന്റ് ആണ്, PYQ അനാലിസിസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു PYQ അനാലിസിസ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് എവിടെ നിന്നൊക്കെ ഫ്രീ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് സോഴ്സ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ എന്ത് ചെയ്യാം, ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. Second. Yeah. Perfect. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രൗസറിൽ പോവാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ഡയറക്റ്റ് പോകേണ്ടത് NTA.ac.in. ഓക്കെ, NTA ഡയറക്റ്റ് വെബ്സൈറ്റ് ആണ്. നമ്മൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമ്മൾ പോവാ. ഇവിടെ പോയി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഹോം പേജ് ആട്ടോ. ഇവിടെ ഹോം, അബൌട്ട് അസ്, എക്സാംസ്, RTI, ടെൻഡർ, ഡൗൺലോഡ്സ്, കോണ്ടാക്ടസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഡൗൺലോഡ്സ് എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് പോവാം. ഫൈൻ, ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും എന്താണ്, പ്രീവിയസ് ഇയർ എക്സാം പേപ്പർ, റൈറ്റ്. അപ്പൊ അതിലെന്താണ്, നമ്മൾ ആദ്യം നമ്മുടെ എക്സാം ടൈപ്പ് നമ്മൾ കൊടുക്കുക. കാരണം NT ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നമുക്ക് വേണ്ടത് UGC നെറ്റ് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്തു, വർഷം നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, 2025 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇട്ട് ഇവിടെ സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എല്ലാ സബ്ജക്റ്റിന്റെയും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇവിടെ അവൈലബിൾ. ഇപ്പൊ 2025 കേസാണ്. ഓക്കെ, ഇവിടെ ഒരു സെറ്റിൽ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ എന്താണ് ടോട്ടൽ 30 സെറ്റുകൾ നമുക്ക് ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ്. താഴത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും 1 2 3 4 5 അങ്ങനെ ടിൽ 30 വരെ നമുക്ക് എന്തുണ്ട്, ഈ സെറ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്താണ് ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ എഡ്യൂക്കേഷൻ്റെ ഒരു പേപ്പർ ആണ്. ഇതാണ് എന്ത് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിപ്പോ ഇതിൽ ഏത് ഇപ്പൊ എഡ്യൂക്കേഷൻ ഉണ്ട്, ഏകദേശം 30ഓളം പിന്നെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യന്റെയും ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ എന്തായിരിക്കും, പേപ്പർ 1 ക്വസ്റ്റ്യൻ ആയിരിക്കും, റൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ എടുത്ത് വെച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ആദ്യം ഓർഗനൈസ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഓർഗനൈസ് ചെയ്യാന്നുള്ളത്. ഇവിടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ്. അറേഞ്ച് ദി ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ഫ്രം ലോവർ ടു ഹയർ ഓർഡർ ഇൻ ദി കോഗ്നിറ്റീവ് ഡൊമൈൻ, റൈറ്റ്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുള്ള, ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന എന്താണ് ഒരു ടോപ്പിക് ആണെന്ത്, ബ്ലൂംസ് ടാക്സോണമി. ഓക്കെ, അതിലെങ്ങനെയാ ചോദിക്കുന്ന ക്വസ്റ്റ്യന്, അതിലെങ്ങനെയാ ചോദിക്കുന്നത്, അതിന്റെ ഒരു എന്താണ് ഓർഡർ ആണ് ചോദിക്കുന്നത്. ഫൈൻ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ എന്താണ് ഈ ഒരു ഭാഗത്ത് വേറെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇത് അസസ്മെന്റ് അല്ലെ. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ നെക്സ്റ്റ് ഭാഗം കേട്ടോ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ചോദിക്കുന്നത് എന്താണ്,
അസസ്മെന്റ്. ഇത് ഏതിലാ വരുന്നത്? ഇവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് വരുന്ന കേട്ടോ. ഇവാലുവേഷൻ എന്നറിയാലോ, ഇവാലുവേഷനിൽ വരുന്നതാണ് ഈ പറയുന്ന അസസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇവാലുവേഷനിൽ എന്താ ചോദിക്കുന്നത്? ഏതൊക്കെയാണ് ഇതിന്റെ അസസ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ്? ടെസ്റ്റുകൾ, എക്സാമിനേഷൻ, റുബ്രിക്സ്, വർക്ക്ഷീറ്റ്, ക്വിസസ്, ഇതിൽ ഏതാണ് എന്ത് അസസ്മെന്റ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിക്കുന്നത്? അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അസസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്? ബ്ലൂംസ് ടാക്സോണമി ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനും എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ടോട്ടൽ 10 യൂണിറ്റ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതില് ഡാറ്റ ഇന്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ റീഡിംഗ് കംപ്രഹെൻഷനും എന്ത് ചെയ്യുക, നിങ്ങൾ ലാസ്റ്റ് ചെയ്താൽ മതിയാവും. കാരണം എന്താ അറിയോ, ഇത് ഓൾമോസ്റ്റ് എല്ലാം എന്താണ് ഒരു സിമിലർ പാറ്റേൺ ആണ് വരിക. ഓക്കെ, പെർസെന്റേജ് കണ്ടുപിടിക്കുക. അപ്പൊ ഡി എ ആണെന്നുണ്ടെങ്കിൽ RC ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ബാക്കിയുള്ള 8 യൂണിറ്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഭാഗം നിങ്ങളുടെ ബുക്കിലോ ഒരു പേപ്പറിലോ എഴുതിയിട്ട് അതിന്റെ താഴെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ബ്ലൂംസ് ടാക്സോണമി വരുന്നുണ്ട്. ഫൈൻ, ബ്ലൂംസ് ടാക്സോണമി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവാലുവേഷൻ മെത്തേഡുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്സുകളും എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ താഴെ എഴുതുക. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെ ഇപ്പൊ ഓൾമോസ്റ്റ് 5 ടോപ്പിക്സുകൾ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടാലി മെത്തേഡിൽ 1 2 3 4 5 ഇങ്ങനെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിപ്പോ ഒരൊറ്റ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സീനാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ 2025 എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ പേപ്പർ 1 സെക്ഷനിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു ഭാഗം കിട്ടും. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, 2025 എല്ലാ സെറ്റും, അതായത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ എല്ലാ സബ്ജക്ട്സിന്റെയും ആദ്യത്തെ 50 പേപ്പർ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഓരോന്ന് വായിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ വേറൊരു പേപ്പർ നോട്ട് ഡൗൺ ചെയ്യുക. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇത്ര, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, നമുക്കിനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു ക്വസ്റ്റ്യൻസ് വേണ്ടതാണ്. ഇവിടെ ഇവാലുവേഷൻ, നെക്സ്റ്റ് ഇവാലുവേഷൻ വന്നിട്ടാ സമ്മാറ്റീവ് ആൻഡ് ഫോർമാറ്റീവ് അസസ്മെന്റ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് പറയാം കേട്ടോ. സമ്മാറ്റീവ് ആൻഡ് ഫോർമാറ്റീവ് അസസ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഇവാലുവേഷനിൽ എന്ത് ചോദിക്കുന്നുണ്ട്? ഇവാലുവേഷനിൽ നേരത്തെ അസസ്മെന്റ് ചോദിച്ചു. ഓക്കെ, ഇവിടെ എന്ത് ചോദിച്ചു? ഇവിടെ സമ്മാറ്റീവ് ചോദിച്ചു, അതുപോലെ തന്നെ ആൻഡ് ഫോർമാറ്റീവ് ചോദിച്ചു. ഓക്കെ, അപ്പൊ ടീച്ചിങ് ആപ്റ്റിന്റെ കീഴിൽ ഓൾമോസ്റ്റ് 3 ടോപ്പിക് ഇപ്പം ഓൾറെഡി ആയി ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. ഓക്കെ, അതാ നെക്സ്റ്റ് വാട്ട് ഈസ് നോട്ട് എ റിസർച്ച്. അപ്പൊ റിസർച്ചിന്റെ ബേസിക്സ് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നെക്സ്റ്റ് യൂണിറ്റ് 2 റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്താ അതിന്റെ താഴെ എന്താണ് ബേസിക്സ് ഓഫ് റിസർച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്സ് ഓഫ് റിസർച്ചുകളൊക്കെ വളരെ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക, അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഫൈൻ. ഒബ്സർവേഷൻ, സയന്റിഫിക് ഒബ്സർവേഷനെ പറ്റി ചോദിക്കുന്നുണ്ട്, അത് റിസർച്ച് ചാപ്റ്ററിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, പിന്നെ ഒരുപാട് ലോജിക്കൽ റീസണിങ് എന്ന് ഒരുപാട് ക്രൈറ്റീരിയ ഫോർ ഹൈപ്പോത്തിസിസ് അല്ലെ. ഇപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു ടോപ്പിക് എന്തായിരുന്നു? ഒന്ന് ബേസിക്സ് ആയിരുന്നു, രണ്ടാമത്തെ ടോപ്പിക് എന്താണ്? ഹൈപ്പോതെസിസ് ആണ്. റൈറ്റ്, ഹൈപ്പോതെസിസ് ആണ്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, യൂണിറ്റ് 8 യൂണിറ്റുകൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും റീഡിംഗ് കംപ്രഹെൻഷനും നിങ്ങളെ കീപ് എസൈഡ്. ബാക്കിയുള്ള 8 യൂണിറ്റ്സും നിങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ കൃത്യമായിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ, ഇതിപ്പോ ഒരൊറ്റ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്താണ് ഇനിയും ഒരുപാട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് അവൈലബിൾ ആണ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ടോട്ടൽ 30 സെറ്റിൽ നിന്ന് നമുക്ക് എന്താണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഓർഡർ ചെയ്യുക. ഇപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹൈപ്പോത്തിസിസ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുക? ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇതേപോലെ മാർക്ക് ചെയ്യുക. സെയിം ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഹൈപ്പോത്തിസിസ് ഇപ്പൊ 7 തവണ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ടാലി മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ അറ്റ് ദ എൻഡിൽ എന്താണ് ടോട്ടൽ എന്താണ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആണ് കിട്ടേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ടാവണം. ഇപ്പൊ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് 1 ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ടാലി മാർക്സ് വരുന്നത്. ഓക്കെ, അതിങ്ങനെ മാർക്ക് ചെയ്യുക. റിസർച്ച് ചാപ്റ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഹൈപ്പോത്തിസിസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാരണം അതിന് ടാലി മാർക്ക് എന്താണ് കൂടുതലാണ്. കാരണം എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 3 കമ്മ്യൂണിക്കേഷനോട് വരുന്ന സമയത്ത് എന്താണ് അവിടെ പിന്നെ എന്താണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, അതിനെ റാങ്ക് ചെയ്യുക. അങ്ങനെ റാങ്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയോ ഞാൻ കമ്മ്യൂണിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ കാണുന്നില്ല ഇവിടെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ പേഴ്സണലി ചെയ്താൽ മതിയാകും, ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഓക്കെ,
അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്താണ് ഓരോ കാര്യങ്ങളും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്താണ് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെ ഓർഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഓർഡർ ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ എല്ലാ 2025 എടുക്കുക, 2024 എടുക്കുക, അങ്ങനെ അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഓർഡർ ആക്കിയിട്ട് ഒരു വേർഡ് ഡോക്യുമെന്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് മാനുവലി ചെയ്യുന്നത്? മാനുവലി ചെയ്യണം, അതായത് നിങ്ങൾ ഇതേപോലെ വായിച്ചിട്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്താ അറിയോ? ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ, ഓക്കെ, അതിന്റെ ഒരു പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് ആണ് ഒരു പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓരോ ക്വസ്റ്റ്യനിലും ചോദിക്കുന്ന ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു ഇപ്പോ ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, അനലൈസിങ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഓരോ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ബേസിക്സ് എങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിക്കുക കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് എന്താണ് അതിന്റെ ബേസിക്സ് പഠിക്കുക, അപ്ലൈയിങ്ങിന്റെ ബേസിക്സ് പഠിക്കുക, ഇവാലുവേറ്റിംഗ്, റിമെമ്പറിംഗ്, ഇങ്ങനെ എല്ലാ ഓപ്ഷൻ്റെ എന്ത് ചെയ്യുക അതിന്റെ ബേസിക്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ കൂടെ പഠിക്കുക. അതിന് വേറെ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക അവിടെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് ആ ഓരോ ക്വസ്റ്റ്യന്റെയും ഓപ്ഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു കവർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ PYQs അനലൈസ് ചെയ്യുന്ന സമയത്ത് കണ്ടൊരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ചോദിക്കാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്നുള്ള ഒരു ഭാഗം, ഇപ്പൊ ഇവാലുവേറ്റിംഗുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പം അടുത്ത എക്സാമിന് വന്നേക്കാം, അല്ലെങ്കിൽ റിമെമ്പറിംഗുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്താണ് അടുത്ത ഒരു എക്സാമിന് വന്നേക്കാം. ഓക്കെ, അതായത് അടുത്ത ഈ നെക്സ്റ്റ് ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷനിൽ നിന്നാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ PYQസും നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ സെക്ഷനെയും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് ട്രാക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഭാഗം വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണെന്ത് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഇതിന്റെ ഒരു എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇതാണെന്ത് PYQസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു അനാലിസിസ് ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇപ്പൊ നമ്മള് ഈ PYQ അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഉണ്ടല്ലോ. ഈ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെയൊക്കെ ബേസിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ ബ്ലൂംസ് ടാക്സോണമി കണ്ടു അല്ലെ. അപ്പൊ ബ്ലൂംസ് ടാക്സോണമി നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം നിങ്ങളടുത്ത് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചു ഏതൊക്കെ യൂണിറ്റ്സിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരിക. ആ ഓരോ ടോപ്പിക്സിൽ ഫോർ എക്സാമ്പിൾ ബ്ലൂംസ് ടാക്സോണമി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. ഓക്കെ, അതിന്റെ കീഴിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇതേപോലെ എന്ത് ചെയ്യുക നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്സുകളും നിങ്ങൾ എന്ത് ചെയ്യുക ടോപ്പിക് 1 ടോപ്പിക് 2 എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക. അത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചാനൽസുകൾ ഇപ്പൊ ഞാൻ ഒരുപാട് ടോപ്പിക്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ ഒരുപാട് വേറെ എക്സ്ട്രാ ടോപ്പിക്സുകൾ ചെയ്യാനുള്ള സമയം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു അവൈലബിലിറ്റി ഇല്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് ബുക്സുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇപ്പൊ KVS മദാന്റെ ബുക്സുകൾ ഉണ്ട്. ഓക്കെ, പേപ്പർ 1ന്റെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുക്സുകൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഓരോ ടോപ്പിക്സിന്റെയും ബേസിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഞാൻ അങ്ങനെ ഒരുപാട് ചാനൽസുകൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്റെ അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നത്. ഒരുപാട് ഈ മാരത്തോൺ സെഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരു ചാനലാണ് കുമാർ ഭാരത് എഡ്യൂക്കേഷൻ. ഓക്കെ, കുമാർ ഭാരത് എജു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഉണ്ട്. പുള്ളിക്കാരൻ ഹിന്ദിയാണ്, ബട്ട് ഈവൻ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് എക്സാമ്പിളൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് കുമാർ ഭാരത് എജു എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ്. വൺ ഓഫ് ദി ബെസ്റ്റ്. ഞാനൊക്കെ പേപ്പർ 1 പ്രിപ്പയർ ചെയ്തത് പുള്ളിക്കാരന്റെ സിംഗിൾ വീഡിയോ ആണ്. ഞാൻ പെയ്ഡ് കോഴ്സ് ഒക്കെ കൊടുത്തിട്ട് പഠിച്ചു. പക്ഷെ എനിക്ക് പെയ്ഡ് കോഴ്സിനേക്കാൾ എനിക്ക് തോന്നുന്ന ഒരു 200x ബെനിഫിറ്റ് ഞാൻ ഒരുപാട് ഫ്രീ ചാനൽസുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ PYQസുകൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന
യൂട്യൂബ് ചാനൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഞാൻ പിന്നെ പ്രിഫർ ചെയ്യുന്നത് ഇൻകൾക്കേറ്റ് കേട്ടോ, ഇൻകൾക്കേറ്റ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. ഒരു പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ PYQസും ഈ ഒരു ചാനലിൽ ഞാൻ പൊതുവെ കാണാറുണ്ട്. അതുപോലെ തന്നെ മോഹിത് ശർമ്മ ക്ലാസ്സസ്, ഓക്കെ, മോഹിത് ശർമ്മ ക്ലാസ്സസ്, ഈ ചാനൽ എന്താണ് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എവർ സ്റ്റഡി ക്ലാസ്സസ്, ഇതിലെന്താണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് PYQസും കാണാറുണ്ട്. ഓക്കെ, ഈ പ്രധാനപ്പെട്ട കുറച്ച് ചാനൽസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. ഈ മോഹിത് ശർമ്മ ആൻഡ് എവർ സ്റ്റഡി കൊമേഴ്സ് സ്റ്റുഡന്റിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, PYQs നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒരു ഓർഡറിലോട്ട് കൊണ്ടുവരിക. ആ ഓർഡറിലോട്ട് കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിക്കുന്നത്, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് വരുന്നത്. ആ ടോപ്പിക്സും അതിൽ വരുന്ന ഓപ്ഷൻസും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ ബേസിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരുപാട് സമയം നിങ്ങളുടെ മുന്നിലില്ല, അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് എടുത്തു വെച്ചുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ടോപ്പിക്സ് നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഐഡന്റിഫിക്കേഷൻ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ കൂടെ തന്നെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെ തന്നെ ആ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുകയാണ്, അത് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഒരു നല്ലൊരു ലേണിംഗ് സ്ട്രാറ്റജി ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് പേപ്പർ 1 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതാണ് എന്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് മാനുവലി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സാർ, ഇനി അത്രേ സമയമുള്ളൂ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്ന് ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ച് ഓരോ ടോപ്പിക്സുകൾ ഉണ്ടാക്കി അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് AI അസിസ്റ്റൻസ് നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും. ഓക്കെ, AI അസിസ്റ്റൻസോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ChatGPT ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി ആയിക്കോട്ടെ, അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞുതരും, ഇത് യൂണിറ്റ് 1 വരുന്നതാണ്, യൂണിറ്റ് 2 ഈ ഭാഗങ്ങളൊക്കെയാണ് വരുന്നത് കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പ്രോംപ്റ്റ് എൻ്റെ ഓൾറെഡി അവൈലബിൾ ആണ്. ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് വേണം എന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റ അടിക്ക് തന്നെ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന AI ടൂൾസുകൾ തരും. ഓക്കെ, ഈ പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്യുക, എന്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ താഴെ കൊടുക്കുന്ന നമ്പർ, ഓക്കെ, 9544152265 എന്നുള്ള നമ്പറിലോട്ട് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അത് എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് കൂടി ഞാൻ ഒരു വോയിസ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, അത് ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നെ AI ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, PYQ അനാലിസിസ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോ നമ്മുടെ ഗ്രൂപ്പിലോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. Okay, that's not a big deal. Okay, so that's all about today's session. So we'll see you on the next video. Till then, bye and thanks everyone.